നമസ്കാരം. ഇസ്രയേൽ ഹമാസ് സംഘർഷം നടക്കുന്നതിനിടെ ഹമാസിന്റെ ആക്രമണം ചെറുത്ത് ഇസ്രയേലി പൗരന്മാരുടെ ജീവൻ രക്ഷിച്ച 2 മലയാളി യുവതികളെ ആദരിച്ച് ഇസ്രയേൽ. കെയർ വർക്കേഴ്സായി ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന കോട്ടയം സ്വദേശി മീരയും കണ്ണൂർ സ്വദേശി സബിതയുമാണ് ഇന്ത്യൻ സൂപ്പർ വുമൺ എന്ന് അഭിസംബോധന ചെയ്ത് ഇസ്രയേൽ ദേശീയ ദിനാഘോഷത്തിൽ ആദരിച്ചത്. ഇന്ത്യയിലെ ഇസ്രയേൽ എംബസിയാണ് ഇസ്രയേലിന്റെ ദേശീയ ദിനം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ വംശജരുടെ വീരപ്രവൃത്തി അഭിവാദ്യം ചെയ്യാനാണ് ഞാൻ ഈ അവസരമൊരുക്കുന്നത്. വയോധികരെ രക്ഷിച്ച കേരളത്തിൽ നിന്നുള്ള പരിചാരകരായ മീരയും സബിതയും ഇസ്രായേൽ ജനതയെ മുഴുവൻ പ്രചോദിപ്പിക്കുകയാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നയർ ഗിലോൺ പറഞ്ഞു. ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര പങ്കെടുത്തു. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ പ്രത്യേക വീഡിയോ സന്ദേശത്തോടൊപ്പം ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ദേശീയ ഗാനങ്ങളും ആലപിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നായിരുന്നു ഈ സംഭവം. ഹമാസ് വീട് വളഞ്ഞെന്ന് അറിഞ്ഞതോടെ 4 പേരും വീട്ടിലെ സുരക്ഷാ റൂമിൽ ഒളിക്കുകയായിരുന്നു. ഹമാസ് സംഘാംഗങ്ങൾ ഈ റൂമിന്റെ ഇരുമ്പ് വാതിൽ വെട്ടിവെച്ച് തകർക്കാനും തള്ളി തുറക്കാനും ശ്രമിച്ചെങ്കിലും മീരയും സബിതയും മണിക്കൂറുകളോളം വാതിൽ അടച്ചുപിടിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇസ്രായേൽ ഗസ അതിർത്തിയിലെ കിബുട്സിലാണ് ഇരുവരും ജോലി ചെയ്യുന്നത്. ALS രോഗം ബാധിച്ച റേച്ചൽ എന്ന വൃദ്ധയെ പരിചരിക്കലായിരുന്നു ജോലി. 2 പേരും ഓരോ ഷിഫ്റ്റിലായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. രാവിലെ 6:30 ജോലി കഴിഞ്ഞ് സബിത താമസ സ്ഥലത്തേക്ക് പോകാനൊരുങ്ങുന്ന സമയത്തായിരുന്നു ഹമാസിന്റെ ആക്രമണം ഉണ്ടായത്. ആ സമയത്ത് അടുത്ത ഷിഫ്റ്റ് ജോലിക്കായി മീര വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. ഈ സമയത്തായിരുന്നു ഹമാസിന്റെ ആക്രമണം. സബിത അന്ന് തന്റെ അനുഭവം വിവരിച്ചത് ഇങ്ങനെയായിരുന്നു. അതിർത്തി പ്രദേശത്താണ് കഴിഞ്ഞ 3 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നത്. ഈ വീട്ടിൽ ഞാൻ ഉൾപ്പെടെ 2 കെയർ ഗീവർമാരാണുള്ളത്. ALS ബാധിതയായ സ്ത്രീയെയാണ് ഞങ്ങൾ പരിചരിക്കുന്നത്. അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. രാവിലെ ജോലി പൂർത്തിയാക്കി മടങ്ങാനൊരുങ്ങുന്ന സമയത്താണ് 6:30 അപായ സൈറൺ മുഴങ്ങിയത്. അതോടെ ഞങ്ങൾ സേഫ്റ്റി റൂമിലേക്ക് ഓടി. അന്ന് സൈറൺ നിർത്താതെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അക്രമികൾ വീട്ടിലെത്തി. വെടിയുതിർത്തും വീടിൻ്റെ ഗ്ലാസുകൾ തകർത്തും അവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇതിനിടെ റാഹേലിൻ്റെ മകൾ വിളിച്ച് ഒരു കാരണവശാലും വാതിൽ തുറക്കാൻ അനുവദിക്കരുതെന്നും എല്ലാവരും ചേർന്ന് തള്ളിപ്പിടിക്കണമെന്നും നിർദ്ദേശിച്ചു. ഏതാണ്ട് 4.5 മണിക്കൂർ സമയമാണ് ഞങ്ങൾ ആ വാതിൽ തള്ളിപ്പിടിച്ചു നിന്നത്. 7:30 മുതൽ അക്രമികൾ വീടിന് പുറത്തുണ്ടായിരുന്നു. അവർ ഷൂട്ട് ചെയ്യുന്ന ശബ്ദവും ഗ്ലാസുകൾ പൊട്ടുന്ന ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു. സേഫ്റ്റി റൂമിൽ നിന്ന് ഞങ്ങൾ വീണ്ടും റാഹേലിൻ്റെ മകളെ വിളിച്ചു. വാതിൽ അമർത്തിപ്പിടിക്കാനായിരുന്നു അവർ ഞങ്ങളോട് പറഞ്ഞത്. അവർ വാതിലിലേക്ക് ഷൂട്ട് ചെയ്യുകയും തകർക്കാനും ശ്രമിച്ചു. ഞങ്ങൾ വാതിലിൽ പിടിവിട്ടില്ല. പുറത്തുനിന്ന് വാതിൽ തുറക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളാകട്ടെ അവർ അകത്ത് കടക്കാതിരിക്കാൻ വാതിൽ തള്ളിപ്പിടിച്ചു നിന്ന് പ്രതിരോധിച്ചു. അവർ വാതിലിൽ ശക്തമായി അടിക്കുകയും വാതിലിന് നേരെ വെടിതുർക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ഹമാസ് സംഘം വീട്ടിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. പക്ഷേ വാതിൽ തുറക്കാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. 4.5 മണിക്കൂറുകളോളം ഞങ്ങൾ വാതിലിൽ നിന്ന് കൈവിടാതെ നിന്നു. അറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലി. ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴും വീണ്ടും വെടിവെച്ച് കേട്ടു. അവിടെയുണ്ടായിരുന്ന എല്ലാം ഹമാസ് സംഘം തകർത്തു. പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ വീണ്ടും വെടിവെച്ച് കേട്ടു. ഇസ്രായേൽ സൈന്യം നമ്മെ രക്ഷിക്കാനായി എത്തിയിട്ടുണ്ടെന്ന് ഗൃഹനാഥനായ ഷുലിക് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നോക്കി. അവിടെയെല്ലാം തകർക്കപ്പെട്ടിരുന്നു. സൈന്യം എത്തിയപ്പോൾ ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി. സകലതും ഹമാസ് സംഘം എടുത്തുകൊണ്ടുപോയിരുന്നു. കൊണ്ടുപോകാൻ കഴിയാത്തത് നശിപ്പിച്ചു. മീരയുടെ പാസ്പോർട്ട് വരെ എടുത്തു. ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്ന എമർജൻസി ബാഗും സ്വർണവും പണവുമെല്ലാം അവർ കൊണ്ടുപോയിരുന്നു. ഞങ്ങളുടെ താമസ സ്ഥലത്തിന് തൊട്ടടുത്ത പല വീടുകളിലും ഇതേ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന പലരും കൊല്ലപ്പെട്ടിരുന്നു. ചിലരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇതുപോലൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. മിസൈൽ ആക്രമണങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് തങ്ങൾ സുരക്ഷാ റൂമിൽ താമസിക്കും. അത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ ആ ദിവസം അതുപോലെ ആയിരുന്നില്ല. എന്തെങ്കിലും ചെയ്യാനുള്ള സമയം തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന് സബിത അന്ന് തൻ്റെ അനുഭവത്തിൽ പറഞ്ഞിരുന്നു.